ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല. ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇന്ന് മഞ്ജു പത്രോസിൻ്റെ ഭർത്താവിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഒരു മെയിൻ സ്ട്രീം ചാനലിലാണ് ആ ഇൻ്റർവ്യൂ വന്നത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നെ കാണാം. ഈ മഞ്ജു പത്രോസിനെ ആദ്യമായി കാണുന്നത് മഴവിൽ മനോരമയിൽ വെറുതെ അല്ല ഭാര്യ എന്ന പരിപാടിയിലാണ്. അതിൽ മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും പങ്കെടുത്തിരുന്നു. ആ പരിപാടി വൻ വിജയമായിരുന്നല്ലോ. അതിലൂടെയാണ് മഞ്ജു സീരിയലിലേക്കും സിനിമയിലേക്കും ഒക്കെ വന്നത്. ബിഗ് ബോസിൽ വരെ പോകാനും അതിലൂടെ സാധിച്ചു. അതിൽ കുറേ കോൺട്രവേഴ്സീസൊക്കെ ഉണ്ടാക്കി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എപ്പോഴും ഭർത്താവ് സുനിച്ചനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ജു സുനിച്ചനെക്കുറിച്ച് ഒന്നും പറയാതെയായി. അങ്ങനെ ആളുകൾ അന്വേഷിച്ചു തുടങ്ങി സുനിച്ചൻ എവിടെ പോയി എന്ന്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫ്ലവേഴ്സിൽ 1 കോടി എന്ന പരിപാടിയിൽ മഞ്ജു വന്നിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ മഞ്ജു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൂടെയാണ് മഞ്ജുവിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം പ്രേക്ഷകർക്ക് കിട്ടുന്നത്. സുനിച്ചൻ എവിടെയാണ് എന്നും മഞ്ജുവിൻ്റെയും സുനിച്ചൻ്റെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നും മഞ്ജു പറയുന്നുണ്ട്. മഞ്ജു 21 പവനോളം സ്വർണവുമായിട്ടാണ് സുനിച്ചൻ വിവാഹം കഴിക്കുമ്പോൾ ആ വീട്ടിലേക്ക് വന്നത്. എല്ലാ സ്ത്രീകളെയും പോലെ വളരെയേറെ പ്രതീക്ഷയോടെ വന്ന ആളായിരുന്നു മഞ്ജു. കല്യാണം കഴിഞ്ഞു വന്ന ആ രാത്രിയിൽ തന്നെ സുനിച്ചൻ മുഴുവൻ സ്വർണങ്ങളും, അതായത് 21 പവൻ സ്വർണവും മഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അതിന് കാരണം വീട് പുതുക്കി പണിഞ്ഞതിൻ്റെയും കല്യാണത്തിൻ്റെയും ഒരുപാട് കടങ്ങൾ സുനിച്ചനുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് മഞ്ജുവിനോട് പറഞ്ഞ് ആ സ്വർണം വാങ്ങിച്ചത്. എന്നിട്ട് കടങ്ങൾ തീർന്നോ? ഇല്ല. ആ കടങ്ങളുടെ ഭാരം മുഴുവൻ മഞ്ജുവിൻ്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് 2016 സുനിച്ചൻ വിദേശത്തേക്ക് പോയി. മ്യൂസിക് പരിപാടികളും ഒക്കെയായി ദുബായിലോട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കടം കൊടുത്തിട്ടുള്ള ആളുകളെല്ലാം മഞ്ജുവിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. വീടിൻ്റെ ഹോണിംഗ് ബെല്ല് കേൾക്കുമ്പോൾ പോലും മഞ്ജുവിന് പേടിയായിരുന്നു എന്ന് ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. മഞ്ജുവിനെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുമ്പുള്ള കടങ്ങൾ വീട്ടാൻ മഞ്ജുവിൻ്റെ സ്വർണമെല്ലാം എടുക്കുന്നു. എന്നിട്ട് കടം തീരുന്നോ? ആ കടമെല്ലാം മഞ്ജുവിൻ്റെ തലയിലാക്കി അയാൾ ഗൾഫിലേക്ക് പോകുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മഞ്ജു ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയത്. ഇപ്പോൾ ഒരു വീട് വെച്ചു, കുട്ടിയുടെ പഠിത്തമൊക്കെയായി കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാ ബർണാച്ച കുഞ്ഞിനെ വിളിക്കും, സംസാരിക്കും, കാണാൻ പോവാറൊക്കെ ഉണ്ട്. അതൊന്നും അല്ല ഇല്ലാന്ന് വെക്കാൻ ഞാൻ ആരുമല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഇൻടച്ച് ഇല്ലാന്ന്. ഇല്ല, ലീഗലി ആയിട്ടില്ല. ഈ ഇൻ്റർവ്യൂവിൽ മഞ്ജു പറയുന്നുണ്ട് അവർ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല എന്ന്. മഞ്ജുവിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ മഞ്ജു പറയുന്നത് കേട്ട്, ഞാൻ സ്വന്തമായി അധ്വാനിച്ച് ആരുടെയും സഹായമില്ലാതെ ഒരു വീട് വെച്ചു എന്ന്. ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ വന്ന് ആളുകൾ കുറേ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സുനിച്ചൻ ഇതിൽ പങ്കില്ലേ, സുനിച്ചൻ വിട്ടതുകൊണ്ടല്ലേ എന്നൊക്കെ. ഈ സുനിച്ചൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവർ അഭിനയ രംഗത്തേക്ക് പോയത്. അയാൾ കടം വീട്ടിയിരുന്നുവെങ്കിൽ മഞ്ജുവിന് ഇറങ്ങേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയാണ് മഞ്ജു വെച്ച വീട്ടിൽ സുനിച്ചന് പങ്കുവരുന്നത്? അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. അവർ തമ്മിൽ അകലാനുള്ള കാരണവും ഈ കടങ്ങൾ ആയിരിക്കാം. കാരണം എല്ലാം മഞ്ജുവിൻ്റെ തലയിലിട്ടിട്ട് അയാൾ അങ്ങ് പോയില്ലേ. സുനിച്ചനും മഞ്ജുവും ഡിവോഴ്സ് ആയോ എന്ന് ആളുകൾ മഞ്ജുവിനോട് ചോദിക്കുന്നത് പോലെ തന്നെ സുനിച്ചനോടും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുനിച്ചൻ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഡിവോഴ്സ് ആയോ എന്ന്. അപ്പോൾ അയാൾ പറയുന്നത്, ഞങ്ങൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണ് താമസിക്കുന്നതെന്നാണ്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗം നമുക്കൊന്ന് കാണാം. എന്നൊരു ചോദ്യം ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ നിന്നും വന്നുകൊണ്ടിരുന്നത്. ശരിക്കും എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം അതായിരുന്നു, എന്താണ് നിങ്ങൾ വേർപിരിഞ്ഞോ? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ആയിട്ടില്ല.
ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഇപ്പോൾ നിന്ന് ഒരു 3 മാസം വന്ന് 3 മാസം വിസിറ്റ് മിസ്സായി. അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം അത്യാവശ്യം നമുക്ക് പരിപാടിയൊക്കെ ആയി. അപ്പോൾ അവിടെ നല്ലൊരു കളവായി. ഇപ്പം നല്ല ഈവൻറ്റിൻ്റെ പരിപാടിക്കൊക്കെ നമ്മൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് പോയി. അവിടെ എന്തായിരുന്നു ജോലി? ഇത് തന്നെയായിരുന്നു മ്യൂസിക് ഫീൽഡ് കമ്പോസർ വായിക്കുന്നത്. ഞാൻ റിതം പാഡ്രം വായിക്കുന്നുണ്ട്, റിതം പ്രോഗ്രാമറാണ്. അങ്ങനെ അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ നിന്ന് അപ്പോൾ അങ്ങനെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കിപ്പം ഇങ്ങനെ പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഒരു ഹാർട്ടിൻ്റെ ഒരു 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഞാൻ തിരിച്ച് വന്നു, നാട്ടിൽ വന്നു. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ വീണ്ടും നമ്മൾ എക്കോസ് ഒന്ന് പുതുക്കി തീരുമാനിച്ചു, വേറൊരു കുപ്പിലോട്ട് ഒഴിച്ച് നമ്മൾ പുതിയൊരു രീതിയിൽ അങ്ങ് ഇറക്കി. അപ്പോൾ എത്ര നാളുണ്ടായിരുന്നു ദുബായിൽ? ഞാനൊരു 5-7 കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ പറയുന്നതല്ലാതെ അയാൾക്ക് അയാൾ ഉണ്ടാക്കി വെച്ച കടങ്ങളെക്കുറിച്ചോ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്നോ ഒന്നും പറയാനില്ല. അയാളുടെ പാഷനുമായി ഗൾഫിൽ പോയി, അവിടെ നിന്നു, ഇപ്പോൾ നാട്ടിൽ വന്നു, അത്രയേ ഉള്ളൂ. അയാൾക്ക് വേറെ ഒന്നും അറിയത്തതുമില്ല, അറിയുകയും വേണ്ട. 10 വർഷത്തോളമായി ഈ സുനിച്ചനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാതായിട്ട്. ആ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എവിടെയായിരുന്നു എന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഗൾഫിലായിരുന്നു എന്നാണ്. അതിനൊരു മറുചോദ്യമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല, അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. കാരണം അയാൾക്ക് ഒന്നും അറിയണ്ട, അയാൾക്ക് അയാളുടെ കാര്യം മാത്രം. അവർക്കൊരു മകനുണ്ട്. അവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ സ്വന്തം പാഷൻ എന്നും പറഞ്ഞ് ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ഈ റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തത് തന്നെയാണ് മഞ്ജുവിൻ്റെ ജീവിതം ഇത്രയും പരാജയമായത്. മഞ്ജു ഇത്രമാത്രം അനുഭവിക്കേണ്ടി വന്നതും അതിൽ നിന്നും രക്ഷ നേടാൻ നെട്ടോട്ടം ഓടേണ്ടി വന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ അതിലെവിടെയും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചോ ഉണ്ടായിരുന്ന കടങ്ങളെല്ലാം വീട്ടിയോ അതിനെക്കുറിച്ചോ മഞ്ജുവിനെക്കുറിച്ചോ ഒന്നും സുനിച്ചൻ പറയുന്നില്ല. അയാൾക്ക് അയാളുടെ പാഷൻ ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഉണ്ടാക്കിയ ബാൻഡ്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. എന്തായാലും മഞ്ജുവിനെ സമ്മതിച്ചു കൊടുക്കണം. ഒറ്റയ്ക്ക് നിന്ന് ഈ കടങ്ങളെല്ലാം വീട്ടി സ്വന്തമായിട്ടൊരു വീടും വെച്ച് മകനെയും പഠിപ്പിക്കുന്നില്ലേ. ഈ വർഷം കൊണ്ട് പഠിച്ച ഏറ്റവും നല്ല പാഠം ചോദിച്ചതായിരിക്കും? ഏറ്റവും നല്ല പാഠമൊന്നുമില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും ലൈഫിൽ. എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും, വർക്കില്ലാതാവും. അപ്പോഴൊക്കെ ഇച്ചിരി ഒന്ന് കടിച്ചു പിടിച്ച് നിൽക്കണം. ഉറപ്പായിട്ടും ഒരു സമയം വരും. എല്ലാവരുടെ ലൈഫിലും ഒരു ഹാപ്പി മൊമെന്റ് വരും. എൻ്റെ ലൈഫ് എനിക്ക് അതിന് ഉദാഹരണമാണ് കേട്ടോ. എന്നെ അതായത് ഒരു 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 മൂക്കുത്തിയുടെ കുഞ്ഞു കല്ലല്ലാതെ ഒന്നും ഇല്ലാതിരുന്ന ഞാനുണ്ടായിരുന്നു. അവിടെ അന്ന് ഞാൻ ഗിവപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് അപ്പം നല്ല സൗഹൃദങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കണം, നല്ല മനുഷ്യരെ ചേർത്ത് പിടിക്കണം. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഫിനാൻഷ്യലി അവരൊന്നും ചെയ്യണ്ട, സാരമില്ല, ധൈര്യമായിട്ടിരിക്കുന്ന ഏത് പാതിരാത്രിക്കും കൂടെ നിൽക്കാൻ കുറച്ച് അങ്ങനെ കെൽപ്പുള്ള കുറച്ച് മനുഷ്യരുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും മുന്നോട്ട്. മഞ്ജുവിൻ്റെ ഓരോ ഇൻ്റർവ്യൂയിലും മഞ്ജു അനുഭവിച്ച വേദനകളും അത് തരണം ചെയ്യാൻ വേണ്ടി മഞ്ജു അനുഭവിച്ച സ്ട്രഗിളും അതെല്ലാം മഞ്ജു എല്ലായിടവും തുറന്നു പറയുന്നുണ്ട്. ആ മഞ്ജുവിൻ്റെ ഓരോ വീഡിയോ കാണുമ്പോഴും പ്രേക്ഷകർക്ക് മഞ്ജുവിനോടൊരു ഇഷ്ടം തോന്നുകയേ ഉള്ളൂ. കാരണം ഇത്രമാത്രം അനുഭവിച്ച് മുന്നോട്ട് വന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ. ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് മനസ്സിലായത്, സുനിച്ചിന് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. താനിപ്പോൾ പുതുതായി ആരംഭിച്ച ബാൻഡ് ഒന്ന് എല്ലാവരിലും ഒന്ന് എത്തിക്കണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അയാളിപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നതും ഈ ഇൻ്റർവ്യൂ കൊടുത്തതും. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവർ രണ്ടുപേരും തുറന്നു പറയാത്തിടത്തോളം കാലം അതങ്ങനെ അങ്ങ് പോകട്ടെ, അതല്ലേ നല്ലത്. ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നു എന്നുള്ളതല്ലാതെ ആരും കമൻറ്റും ചെയ്യാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.